ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരിക്കൽ നമ്മുടെ എല്ലാം ആയിരുന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയും എന്നാൽ ആ വ്യക്തിയെ ഇപ്പോഴും സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? അതായത് ബ്രേക്കപ്പ് ആയതിനു ശേഷവും ആ വ്യക്തി തിരിച്ചു വരുമോ, എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്കായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരും എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അൺബ്ലോക്ക് ആണ്. അതായത് ബ്രേക്കപ്പായി കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ അവർ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ആദ്യമേ ഉണ്ടായിരുന്ന അത്രയും ദേഷ്യമൊന്നും അവർക്കിപ്പോൾ നിങ്ങളോടില്ല. ആ ദേഷ്യമൊക്കെ പയ്യെ കുറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു സമയം നിങ്ങളോട് വന്ന ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാവാം ബ്രേക്കപ്പ് എന്നുള്ളൊരു വാക്ക്. ആ ദേഷ്യമൊക്കെ മാറിയതിനു ശേഷം അവർ വീണ്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവാം. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച രണ്ടുപേർക്ക് അത്ര പെട്ടെന്നൊന്നും പിരിയാൻ വേണ്ടി സാധിക്കത്തില്ല. കുറേ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരവരുടെ ലൈഫിലേക്ക് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് അവരെ അൺബ്ലോക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കപ്പിന് ശേഷം അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഒന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പഴയ ഫോട്ടോസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോസ്, ഒരുമിച്ച് പോയ സ്ഥലത്തിൻ്റെ ഫോട്ടോസ്, ഈ കാര്യങ്ങളൊക്കെ അവർ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടും. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ഇപ്പോഴും ദേഷ്യമൊന്നുമില്ല, നിങ്ങളെ അവരെ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതും ഒരു പക്ഷേ ആ ഒരു സമയത്തിലെ ദേഷ്യം കൊണ്ട് മാത്രമായിരിക്കും ബ്രേക്കപ്പ് ആക്കി പോയത്. ആ ഒരു ദേഷ്യം കുറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഉള്ളിൽ പഴയൊരു സ്നേഹം ഇപ്പോഴും നിങ്ങളോടുണ്ട്. ഇത്തരത്തിൽ ബ്രേക്കപ്പിന് ശേഷം അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് കോൾ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരിപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അവർക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ബ്രേക്കപ്പ് ടൈം സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുക. അതായത് അവർക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. ഇനി ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞതാവാനും ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച രണ്ടു പേർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പിരിയാൻ വേണ്ടി സാധിക്കത്തില്ല. ആ ഒരു ബ്രേക്കപ്പായ സമയം അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത്, നിങ്ങളെ ഇട്ടിട്ട് പോയ സമയത്തൊക്കെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ടായിരുന്നു. അങ്ങനെ സങ്കടവും വിഷമവും ഒക്കെ അവർക്കുണ്ടായിരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വെറും ടെമ്പററി ആണ്. അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കപ്പിന് ശേഷം അവർ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളോട് അവർക്കുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വന്നിട്ട് അവരെല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. ഇത്തരത്തിൽ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്കിപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ബ്രേക്കപ്പൊക്കെ ആയിട്ട് വിഷമിച്ചിരിപ്പുണ്ട് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് നിങ്ങളുടെ എക്സ് സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നോക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥവും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾക്കിഷ്ടപ്പെടാത്ത വ്യക്തികളോട് അവർ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്നത് ഗിഫ്റ്റ് ഷെയറിംഗ് ആണ്. അതായത്
നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരുന്ന ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ അധികം ഗിഫ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം അവരത് എന്ത് ചെയ്തു എന്ന് നോക്കുക. ചിലരുണ്ട് ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ആ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് കൂട്ടിയിട്ട് കത്തിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റൊക്കെ അവരിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അറിയുക. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ്, അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബ്രേക്കപ്പ് വെറും ടെമ്പററി ആണ്. അവർക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ്, ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പിണങ്ങിപ്പോയ എക്സൊക്കെ തിരികെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.